ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രസന്റ്ലി ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇസ്രായേൽ ഇറാൻ കോൺഫ്ലിക്റ്റിനെ പറ്റിയിട്ട്. ഒരു യുദ്ധം ഉണ്ടാകുമോ എന്ന് ലോകരാജ്യങ്ങൾ മുഴുവൻ ഭയപ്പെടുകയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നത്തിന് പിറകിലുള്ള ജിയോ പൊളിറ്റിക്സ് അങ്ങനെയാണ് കിടക്കുന്നത്. നമുക്കറിയാം, ഇസ്രായേൽ ഇറാന്റെ സിറിയയിലുള്ള എംബസി അറ്റാക്ക് ചെയ്തതിന് മറുപടി എന്നോണമാണ് ഈ ഒരു തിരിച്ചടി അവർ പറഞ്ഞ പോലെ തന്നെ തിരിച്ചു കൊടുത്തത്. ഒരെണ്ണം കൊടുത്തു, അതിനെക്കാട്ടും കൂടുതലായിട്ട് തിരിച്ചു കിട്ടി എന്ന രീതിയിൽ വേണമെങ്കിൽ ഇസ്രായേലിന് ഈ ഒരു കാര്യം ക്ലോസ് ചെയ്യാം. എന്നാൽ ഇസ്രായേലിന്റെ മനോഭാവം എന്നത് ഞങ്ങളെ ആരും പഠിപ്പിക്കാൻ വരണ്ട, ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ തന്നെ ഒറ്റയ്ക്ക് എടുത്തോളാം എന്നുള്ളൊരു മനോഭാവമാണ് ഇസ്രായേലിന്റെ സൈഡിൽ നിന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ലോകരാജ്യങ്ങൾ മുഴുവൻ വളരെയധികം ഭയത്തോട് കൂടിയിട്ട് ഒരു കാര്യത്തെ വീക്ഷിക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു രാജ്യമാണ്. അവരെന്താണ് എപ്പോഴാണ് ചെയ്യുക എന്ന് ഒരിക്കലും പറയാനായിട്ട് സാധിക്കുകയില്ല. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുകയാണെങ്കിൽ അവിടെ ഒരു അതിർത്തിയുണ്ട്. അതേപോലെ തന്നെ റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുകയാണെങ്കിൽ അവിടെ അതിർത്തിയുണ്ട്. എന്നാൽ ഇസ്രായേൽ ഇറാൻ എന്ന് പറയുന്ന ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ ഏകദേശം അവരുടെ ആ ഒരു രാജ്യങ്ങൾക്കിടയിൽ തന്നെ 1800 കിലോമീറ്ററിലും കൂടുതൽ ഡിസ്റ്റൻസ് ഉണ്ട്. ഈ 1800 കിലോമീറ്ററിൽ ഏകദേശം 2-3 രാജ്യങ്ങൾ മറ്റു രാജ്യങ്ങളും ഉണ്ട്. സോ ആ ഒരു യുദ്ധത്തിന്റെ ആ ഒരു സ്ട്രക്ചർ വളരെയധികം ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ഇസ്രായേലും ഇറാനും മാത്രമാണ് യുദ്ധം ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത് അത്രയ്ക്കും വലിയൊരു ഇമ്പാക്ട് ഒന്നും ആവില്ല. പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ടും ഡയറക്റ്റ് ആയിട്ടും മറ്റു രാജ്യങ്ങളും ഈ ഒരു യുദ്ധത്തിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ഇസ്രായേലിന് സപ്പോർട്ടായിട്ട് യൂറോപ്യൻ യൂണിയനും അമേരിക്കയും അതേപോലെ തന്നെ ഇറാന് സപ്പോർട്ടായിട്ട് റഷ്യ, ചൈന, മറ്റ് അറബ് രാജ്യങ്ങൾ. അപ്പോൾ ഈ ലോകത്തിലുള്ള പല രാജ്യങ്ങളും ഈ ഒരു യുദ്ധത്തിലേക്ക് ഇൻവോൾവ് ആകേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് എല്ലാ രാജ്യങ്ങളും ലോകം മുഴുവൻ തന്നെ ഈ ഒരു കാര്യം ഒന്ന് സിമ്പിളായിട്ട് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നത്. സോ ഈ ഒരു സിറ്റുവേഷനിൽ ഇറാന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ഇബ്രാഹിം റൈസി ഒരു മിലിറ്ററി ഇവന്റിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിന്റെ മുഖത്തടിക്കുന്ന ചില കാര്യങ്ങൾ പോലെയാണ് നമുക്ക് തോന്നുക. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ഇസ്രായേൽ ഇതോടുകൂടി മറക്കുന്നതാണ് നല്ലത്. അതല്ലാതെ ഞങ്ങളെ തിരിച്ച് വീണ്ടും ആക്രമിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇസ്രായേൽ ഈ ലോകത്തിൽ വെച്ച് തന്നെ ഇസ്രായേലിന് നരകം എന്താണെന്ന് കാണിച്ചു കൊടുക്കും എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റാണ് അദ്ദേഹം ആ ഒരു ഇവന്റിൽ പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു കാര്യം ആ ഒരു ഇവന്റിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ഒരു കഴിഞ്ഞ അറ്റാക്ക് എന്ന് പറയുന്നത് ഒരു ലിമിറ്റഡ് ഓപ്പറേഷൻ മാത്രമാണ്. ഇറാന്റെ മിലിറ്ററി ഓപ്പറേഷൻസും മിലിറ്ററിയുടെ നീക്കങ്ങളും ഇസ്രായേലിനെ ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരിക്കും. ഞങ്ങളുടെ നാടിന്റെ അഭിമാനം കാത്തു സൂക്ഷിക്കാനായിട്ട് ഞങ്ങൾ ഏത് അറ്റം വരെയും പോകുമെന്നാണ് ആ ഒരു പ്രസിഡന്റ് ആ ഒരു ഇവന്റിൽ അദ്ദേഹത്തിന്റെ പ്രസ്താവന വെച്ചിരിക്കുന്നത്. സോ ലോകം മുഴുവൻ ബെഞ്ചമിൻ നെതന്യാഹു, അതായത് ഇസ്രായേൽ പ്രസിഡന്റിന്റെ ആ ഒരു തീരുമാനത്തിന് വേണ്ടിയിട്ട്, ഒരു നല്ല തീരുമാനത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഒരു യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.